ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഐ ആം ദീപ കെ കക്കോത്ത്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷുവൊക്കെ അല്ലേ വരാൻ പോണ്, ഇനി എത്ര ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണം. കുറച്ച് ഡ്രസ്സല്ലേ എന്നാലും മേടിക്കണം. കുറച്ച് പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ മേടിക്കണം. സാധാരണയായിട്ട് എന്താ ചെയ്യുക, എല്ലാവരും സ്വന്തം വീട്ടിലുണ്ടാകുന്ന പച്ചക്കറിയും പഴവർഗ്ഗങ്ങളൊക്കെ വിളവെടുത്തിട്ടാണ് കണി വയ്ക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ അതല്ല കേട്ടോ, എൻ്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ, ഒക്കെ വെളിയിൽ നിന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കണി വയ്ക്കുമ്പം, പൂജയ്ക്ക് വയ്ക്കുമ്പം അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടിക്കോട്ടെ. അവർ കഷ്ടപ്പെട്ടിട്ടല്ലേ നമുക്ക് ഉണ്ടാക്കുന്നത്, അവരുണ്ടാക്കിയതുകൊണ്ടല്ലേ ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാൻ പോകണം. അപ്പോൾ കടയിലൊക്കെ പോവാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ, പോയിട്ട് വരട്ടെ കേട്ടോ. കടയിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ആ എനിക്ക് എന്തോ ഒരു ബോർ മാറി തോന്നും, അതുകൊണ്ട് ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, വന്നിട്ട് ബാക്കി പറയാം. ഓക്കെ, പോയിട്ട് വരാവേ. ഹായ്, ഹലോ. ഓക്കെ. അപ്പോൾ കടയിലൊക്കെ പോയി വന്നു. എന്തൊക്കെയാണ് മേടിച്ചെന്ന് കാണിച്ചു തരാവേ. തമാശയാക്കാൻ പാടില്ല കേട്ടോ. പച്ചക്കറിയും പഴവർഗ്ഗങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. സാരി ഇത്തവണ ചുരിദാറൊന്നും മേടിച്ചില്ല, സാരി മേടിച്ചിട്ടുണ്ട്. പിന്നെ 2 നൈറ്റി. ഓക്കെ, നമുക്കൊന്ന് കാണാം കേട്ടോ. ഓക്കെ. അപ്പോൾ 2 നൈറ്റി മേടിച്ചിട്ടുണ്ട്. ഇതാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്തായാലും കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് തരുന്നതല്ലേ. ഇത് വരണം. ഇനി പിന്നെ നല്ല തമാശ ഒരു ബ്ലാക്ക്, ഒരു ബ്ലാക്ക് നൈറ്റ്. ഓക്കെ, ഇതൊക്കെ കുറച്ച് മാറ്റം വരുത്താനുണ്ട്. ഓക്കെ, ഇതാണ് ഒരെണ്ണം. ഓക്കെ അല്ലേ? ഇത് പിന്നെ 2 സാരിയാണ് കേട്ടോ, 2 സാരി. ഓക്കെ, ഇതാണ്. ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ച സാരിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിനുള്ളൊരു സാരി ഉണ്ട്, കാണിച്ചു തരാവേ. ഇത് ഇപ്പോഴത്തന്നെ പെട്ടെന്നൊന്നും യൂസ് ചെയ്യില്ല, അവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ എടുത്ത് വെക്കണം. ഇത് വേറൊരെണ്ണം. ഓക്കെ, ഇതെൻ്റെ ഹസ്ബൻഡ് മേടിച്ചതെന്താ, അവർക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചതാണ്. ഓക്കെ, എന്താവുന്നൊന്നും അറിയത്തില്ല, എപ്പോഴാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ എടുത്തിട്ട് എവിടെ പോകും എന്നൊന്നും അങ്ങനെയൊന്നുമില്ല. സാരിയൊക്കെ റെയറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ മേടിച്ചേക്കുന്ന സാധനങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. കണി വെക്കാൻ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് പച്ചക്കറികളുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ആരോ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് കാശ് കൊടുത്ത് മേടിച്ച് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇതൊന്നും മുഴുവനായിട്ട് ഞാൻ എടുത്ത് വെക്കണില്ല. ഇതൊക്കെ പിന്നീട് ആവശ്യമുള്ളതായതുകൊണ്ടേ, നമ്മുടെ സ്വന്തം എന്ന് പറയാനായിട്ട് ആകെ ഉള്ളത് മുരിങ്ങ മരം ഉള്ളതുകൊണ്ട് മുരിങ്ങയുടെ കായുണ്ട്. അത് മാത്രം നമ്മുടെ സ്വന്തമായിട്ട് പറയാൻ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇനിയും കുറച്ചും കൂടി മേടിക്കാനുണ്ട്. മേടിച്ചത് എടുത്ത് വെക്കുന്ന തിരക്കാണ്. അപ്പോൾ പഴക്കതേ ഇങ്ങനെ മേടിച്ചേക്കണം. 2 ദിവസം ഉണ്ടല്ലോ, അപ്പോഴേക്കും അല്ലേ പഴുക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ പഴുത്ത് ഒന്നിനും കൊള്ളാതെ അവസ്ഥയാവും. ഓക്കെ, പിന്നെ എന്താ പറയുക, കുറച്ച് പപ്പടം അത് ഇത് ഒക്കെ പായസത്തിന് വേണ്ട സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇനി അടുത്തതാണ് കാണാൻ പോണ പൂരം. ഹലോ, പായസത്തിനുള്ള പരിപ്പാട്ടോ. പ്രഥമൻ ഉണ്ടാക്കാനാണ്. പ്രഥമനാണ് ഇവിടുത്തെ എന്താ പറയുക, അത്രയും വലിയ ടേസ്റ്റ് ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ പ്രഥമനുള്ള പരിപ്പുണ്ട്, സാമ്പാറിൻ്റെ പരിപ്പുണ്ട്. പിന്നെ അപ്പം ഉണ്ടാക്കണ്ടേ, അപ്പത്തിനുള്ള പൊടി, മൈദപ്പൊടി, അങ്ങനെയൊക്കെ. പിന്നെന്താ, ഇത് കുറച്ച് പായസത്തിൻ്റെ സാധനങ്ങൾ. പായസത്തിന് 2 പായസം ഉണ്ടാക്കും. അപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കുമ്പോഴേ പാല് മാത്രം യൂസ് ചെയ്താൽ തിക്നെസ് വരില്ല. അപ്പോൾ ഇച്ചിരി പാൽപ്പൊടി ആഡ് ചെയ്യണം, അപ്പോൾ നല്ല തിക്നെസ് വരും. ഓക്കെ, പിന്നെ ആസ് യൂഷ്വൽ സാധാരണ യൂസ് ചെയ്യുന്ന ഓട്സും കാര്യങ്ങളൊക്കെ. പിന്നെ പപ്പടവും ഒക്കെ കഴിഞ്ഞ് പപ്പടമൊക്കെ കൂട്ടിയിട്ട് പഴമൊക്കെ കൂട്ടിയിട്ടൊരു കഴിക്കലുണ്ട്. അതൊരു കിടിലനായിരിക്കും, നെയ്യും പപ്പടവും പഴമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി എന്തൊക്കെയോ കാണിക്കാനുണ്ട്. പിന്നെ സാധാരണ സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഹലോ, നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്.